ഹലോ ഫ്രണ്ട്സ്, നമുക്ക് HTML പഠിച്ചു തുടങ്ങിയാലോ? അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഡെവലപ്മെന്റിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റും ആയിട്ടുള്ള ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. അപ്പം HTML എന്ന് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ? അപ്പോൾ ബേസിക് HTML, അതുപോലെ HTML-ന്റെ എക്സ്പാൻഷൻ, ഇതൊക്കെ എന്താണ് HTML-ന്റെ എക്സ്പാൻഷൻ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്താണ് ഈ HTML എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു വെബ് പേജ് ഉണ്ടാവില്ലേ, അതിനെ സ്ട്രക്ചേർഡ് വേയിൽ ഫോർമാറ്റ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് HTML ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ഇതൊരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഓക്കെ. അതുപോലെ ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു വെബ് പേജിന്റെ ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് HTML എന്ന്, അല്ലെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ ഓഫ് എ വെബ് പേജ് എന്ന് പറയുന്നതാണ് HTML. ഓക്കെ. അതായത് നമ്മുടെ ഒരു വെബ്സൈറ്റിന് ഒരു ഡിസൈൻ ഉണ്ടാവുമല്ലോ, ആ ഡിസൈനിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് HTML-ഉം അതിന്റെ കൂടെ വരുന്ന CSS-ഉം. അതിൽ HTML-ന്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് HTML5 ആണ് കേട്ടോ. പിന്നെ നമുക്ക് HTML-ന്റെ സ്ട്രക്ചർ നോക്കിയാലോ. HTML ആ ഒരു ഏറ്റവും റൂട്ട് ആയിട്ടുള്ള ടാഗ് എന്ന് പറയുന്നത് ഇതിന് HTML എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ആണ്. ഈ ഒരു എലമെന്റിന്റെ ഉള്ളിലാണ് ബാക്കിയുള്ള എല്ലാ എലമെന്റ്സുകളും വരുന്നത്. പിന്നെ അടുത്ത ടാഗ് എന്ന് പറയുന്നത് ഹെഡ് ടാഗ് ആണ്. ഇതിനെ നമ്മൾ മെറ്റ അബൌട്ട് ദ ഡോക്യുമെന്റ് എന്ന് പറയും. അതായത് ഈ നമ്മുടെ ഈ ഡോക്യുമെന്റിനെ പറ്റിയുള്ള അതിന്റെ ടൈറ്റില്, അതുപോലെ CSS പേജിലേക്കുള്ള ലിങ്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഹെഡ് ടാഗ് ആണ്. രണ്ടാമത്തത് എന്താ? ബോഡി ടാഗ്. ഇതാണ് ഏറ്റവും ബേസിക് ടാഗ്. അതായത് നമുക്ക് നമ്മുടെ വെബ് പേജിൽ കാണുന്ന വിസിബിൾ ആയിട്ടുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ ബോഡി ടാഗിന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ ഒരു HTML റൂട്ട് ടാഗ് ഉണ്ടാവും, ഒരു ഹെഡ് ടാഗ് ഉണ്ടാവും, പിന്നെ ഒരു ബോഡി ടാഗ് ഉണ്ടാവും. ഇതാണ് ഒരു HTML ഡോക്യുമെന്റിന്റെ ബേസിക് സ്ട്രക്ചർ. ഇനി നമുക്ക് അതിനകത്ത് ഓരോ എലമെന്റ്സ് നോക്കിയാലോ. ഒരു HTML എലമെന്റിനെ നമ്മൾ എങ്ങനെയാ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കിയാല്, നമുക്കൊരു ആംഗുലർ ബ്രാക്കറ്റ് ഓപ്പൺ ഉണ്ടാവും, ആ എലമെന്റിന്റെ നെയിം. എക്സാമ്പിൾ ഞാൻ പാരഗ്രാഫ് ടാബ് P കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ പറയാം കേട്ടോ. പിന്നെ ക്ലോസ് ഉണ്ട്, അതുപോലെ തന്നെ അതിനെ ക്ലോസ് ചെയ്യാൻ ആംഗുലർ ബ്രാക്കറ്റിന്റെ ഓപ്പണും അതുപോലെ ഒരു സ്ലാഷും മസ്റ്റ് ആണ്. ഇതാണ് HTML ടാഗിന്റെ ക്ലോസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ടാഗിന്റെ നെയിം കൊടുക്കുക, എലമെന്റിന്റെ നെയിം കൊടുക്കുക, ആംഗുലർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ. ഇങ്ങനെയാണ് നമ്മളൊരു HTML ടാഗ് ഓപ്പൺ ചെയ്ത് എലമെന്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത്. പിന്നെ ഓരോ എലമെന്റിനും അതിൻ്റെതായ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ആ എലമെന്റിനെ ഡിഫൈൻ ചെയ്യാൻ, അതിന്റെ കളർ കൊടുക്കാൻ, അല്ലെങ്കിൽ ഫോണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ, സൈസ് കൊടുക്കാൻ, നമുക്കത് ഓരോ എലമെന്റുകളായിട്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബേസിക് സ്ട്രക്ചർ മാത്രം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ഓരോ എലമെന്റുകൾ പരിചയപ്പെട്ടാലോ. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബോഡി ടാഗിലാണ്. ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞു, നമ്മുടെ HTML-ന്റെ അല്ലെങ്കിൽ വെബ് പേജിന്റെ ഡോക്യുമെന്റിൽ കാണുന്ന എല്ലാ എലമെന്റ്സും. നമ്മളൊരു വെബ് പേജ് ഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ചു. അവിടെ എന്തൊക്കെ ഉണ്ടാവും? ചിലപ്പോൾ ഒരു ഹെഡിങ് കാണാം, അതുപോലെ കുറെ ടെക്സ്റ്റുകൾ കാണാം, ഇമേജസ് കാണാം, ഹൈപ്പർ ലിങ്ക്സ് കാണാം, ഒരുപാട് ടേബിളുകൾ കണ്ടിട്ടുണ്ടാവും, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പം ഇതിനൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്തിന്റെ ഉള്ളിലാണ്? ഈ ഒരു ബോഡി ടാഗിന്റെ ഉള്ളിലാണ്. ഇനി നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ മൊത്തം എന്റെ ആ വെബ് പേജിന് ഒരു കളർ കൊടുക്കണം എന്ന് വിചാരിച്ചു. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ HTML. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ ടാഗിനും അതിന്റെ എലമെന്റ്സ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിലൊരു ആട്രിബ്യൂട്ട് ആണ് സ്റ്റൈൽ പ്രോപ്പർട്ടി. അപ്പൊ സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്, അല്ലെ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസുകൾ ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ സ്റ്റൈൽ ഇതൊരു ആട്രിബ്യൂട്ട് ആണ്, അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പൊ സ്റ്റൈൽ നെയിമിൽ തന്നെ ഉണ്ട്, നമ്മുടെ വെബ് പേജിന് സ്റ്റൈൽ കൊടുക്കുക, ഈ വെബ് പേജിന്റെ ബോഡിക്ക് സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യുക. അതിലിപ്പോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, വൈറ്റ് കളർ ആണ് കേട്ടോ. അപ്പോ എന്താ പറയാ, നമുക്ക് ഒരു ഹെക്സാഡെസിമൽ യൂസ് ചെയ്തിട്ട്, നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഹെക്സ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആ കളറിന്റെ നെയിം ആണെങ്കിൽ കൊടുക്കാം. ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ എനിക്കിവിടെ റെഡ് കളർ കൊടുക്കണം എന്ന് വിചാരിച്ചു, ഇങ്ങനെയും കൊടുക്കാം. അപ്പൊ എല്ലാത്തിന്റെയും ഹെക്സാ കോഡ് ഒന്നും നമുക്ക് ഓർക്കണം എന്നില്ലല്ലോ, അപ്പൊ റെഡ് എന്ന് കൊടുക്കാം.
പിന്നെ എന്താണ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അപ്പൊ ഞാനിവിടെ ക്രോം എടുക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ URL കൊടുക്കുന്നു. ഞാനിവിടെ സാമ്പാണ് യൂസ് ചെയ്യുന്നത് സെർവറായിട്ട്. അപ്പൊ അത് ബിൽറ്റ് ആയിട്ട് എനിക്ക് അപ്പാച്ചി സെർവറും അതുപോലെ തന്നെ MySQL ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ PHPന്റെ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഞാൻ കൊടുത്തിരിക്കുന്ന റെഡ് കളറോടെ വന്നത് കണ്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വെബ് പേജിന്റെ ബോഡിക്ക് കളർ കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് കളർ മാറ്റി കൊടുത്തു നോക്കാം. ഇപ്പൊ നമുക്കൊരു യെല്ലോ ഗ്രീൻ കൊടുത്തു നോക്കാം. യെല്ലോ ഗ്രീൻ കൊടുത്തിട്ട് വന്നിട്ട് ജസ്റ്റ് റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ കളർ ആയിട്ട് എന്റെ വെബ്സൈറ്റ് മീൻസ് വെബ് പേജിന്റെ ബോഡി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അടുത്തത് ഞാൻ കൊടുക്കാൻ പോകുന്നത് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഹെഡിങ് ടാഗുകളെ പറ്റിയാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു വെബ് പേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പേജിന്റെ ഒരു എന്തെങ്കിലുമൊക്കെ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ സ്റ്റൈൽ ആട്രിബ്യൂട്ട് ഡിഫൈൻ ചെയ്യാതിരിക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് വരുന്നത്, ഒരു ഹെഡിങ് ഉണ്ടാവില്ലേ. ഏത് വെബ് പേജിനാണെങ്കിലും മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഹെഡിങ്. ഈ ഹെഡിങ് ആണ് ആ ഡോക്യുമെന്റിന്റെ മുഴുവൻ കാര്യങ്ങളെയും ഒറ്റ ഇതിൽ ഒരു ഫസ്റ്റ് യൂസറിനെ ഫസ്റ്റ് അട്രാക്ട് ചെയ്യുന്നത് ഈ ഹെഡിങ് ആണ്. അല്ലെങ്കിൽ ഒരു മൊത്തം കാര്യങ്ങളിലെ ചുരുക്കി പറയുന്നത് ഈ ഒരു ഹെഡിങ് യൂസ് ചെയ്തിട്ടല്ലേ. അപ്പോൾ നമുക്ക് ഹെഡിങ്ങില് ഒരു 7 ടൈപ്സ് ഓഫ് ഹെഡിങ്ങുകൾ നമുക്ക് HTML കൊടുക്കാം. ടൈപ്സ് എന്നല്ല, സൈസിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് 6 ടൈപ്സ് ഉണ്ട് കേട്ടോ ഹെഡിങ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ലാർജർ ആയിട്ടുള്ള ടാഗാണ് H1 എന്ന് പറയുന്നത്. അങ്ങനെ H1, H2, H3 അപ് ടു H6 വരെ ഉണ്ട്. ഇപ്പൊ ഏറ്റവും സ്മോളർ സൈസ് ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, H6 യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതും ഒന്ന് കണ്ടു നോക്കാം. അപ്പോ H6 എന്ന് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഏത് HTML ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യണമെങ്കിലും അതിന്റെ ഓപ്പൺ ടാഗ് ഉണ്ടാവണം, ക്ലോസിംഗ് ടാഗും ഉണ്ടാവണം. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്, ഹെഡ് H6 എന്ന് ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്തു. ഇവിടെ ഞാൻ ദിസ് ഈസ് എ ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു H1 കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പൊ ഞാൻ പറഞ്ഞു ഓരോ ഹെഡിങ്ങിൽ നിന്നും ഡിഫറൻസ് H1, H2, H3 ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന്റെ സൈസിലാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാലോ. ഇത് കണ്ടോ, H1 ഹെഡിങ്ങിന്റെ സൈസും H6 ഹെഡിങ്ങിന്റെ സൈസും കണ്ടോ. H6 ഭയങ്കര സ്മോളർ അല്ലേ, എന്നാൽ H1 അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഏത് ഹെഡ് ടാഗ് വേണമെങ്കിലും ചൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ ഹെഡ് ടാഗ് മനസ്സിലായില്ലേ, H1, H2, H3 അപ് ടു H6 ടാഗ് വരെയാണ് HTML പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ സൈസിലാണ് വേരി ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഓരോ ഹെഡ് ടാഗിനും ഇതുപോലെ തന്നെ സ്റ്റൈല് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് അതിന് നമ്മുടെ ഹെഡിങ്ങിന് ഒരു കളർ കൊടുക്കണം. അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ അല്ല, കളർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കളർ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു ഗ്രീൻ കളർ കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ കളർ ചൂസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ വന്ന് നമ്മുടെ പേജ് ഇതാക്കുന്ന സമയത്ത് ഇവിടെ ക്ലോസ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ, ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ വേണം ഡിഫൈൻ ചെയ്യാൻ. ക്ലോസിംഗ് ടാഗ് മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിന് അത് അപ്ലൈ ആവും. മനസ്സിലായോ. നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കുറെ ആട്രിബ്യൂട്ടുകൾ ഉണ്ട് കേട്ടോ HTML. അത് ഓരോന്ന് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കളർ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. H1, H2, H3 ടാഗുകൾ മനസ്സിലായില്ലേ. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്, ഹെഡ് ടാഗ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാവുക, ഒരു പാരഗ്രാഫുകൾ ഉണ്ടാവും അല്ലെ നമ്മുടെ ഒരു പേജ് എടുക്കുന്ന സമയത്ത്. അതായത് നമ്മുടെ ഈ പറയാൻ പോകുന്ന കണ്ടന്റിന്റെ എക്സ്പ്ലനേഷൻ അത് നമ്മൾ പാരഗ്രാഫ് ടാഗ് P ടാഗ് യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. P ടാഗിന്റെ എൻഡിന്റെയും ക്ലോസിന്റെയും ഇടയ്ക്ക് നമുക്ക് കൊടുക്കാനുള്ള പാരഗ്രാഫുകൾ ഡിഫൈൻ ചെയ്യാം. ഇനി ഈ പാരഗ്രാഫിൽ തന്നെ നമുക്ക് സ്റ്റൈല് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ഈ മൈക്രോസോഫ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോണ്ട് ടൈപ്പ് ചൂസ് ചെയ്യും, അതുപോലെ കളർ കൊടുക്കാറുണ്ട്, സൈസ് കൊടുക്കാറുണ്ട്. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഫോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ്. ഇതൊക്കെ ഇപ്പൊ അധികം യൂസ് ചെയ്യാറില്ല. അത് നമ്മൾ CSS എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, കാസ്കാഡിംഗ് ഷൈൻ സ്റ്റേറ്റ്, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ എല്ലാ എലമെന്റ്സിനെയും ഇപ്പൊ നമുക്കൊരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ അല്ലല്ലോ, ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആയിരിക്കില്ലേ. അതിന്റെ ഏത് പേജ് എടുത്താലും അതിനൊരു കോമൺ ഹെഡ് കളർ ഉണ്ടാവും, സൈസ് ഉണ്ടാവും, ഒരു കോമൺ ആയിട്ടുള്ള കുറെ പ്രോപ്പർട്ടീസ് ആയിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതൊരു സെപ്പറേറ്റ് പേജിൽ എല്ലാ എലമെന്റ്സിനും ആപ്ലിക്കബിൾ ആകുന്ന രൂപത്തിൽ എഴുതി സേവ് ചെയ്ത് നമ്മുടെ HTML പേജിലേക്ക് റെഫർ ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. അത് ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെഷനുകളിൽ പറഞ്ഞു തരാം. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞത് ഫോണ്ട് ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് പാരഗ്രാഫിനോ അല്ലെങ്കിൽ വേറെ ടാഗുകൾക്കൊക്കെ എന്ത് ചെയ്യാം, അതിന്റെ സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
എന്നാണ്. അപ്പൊ ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റൈല് ഏരിയൽ ആണ്, കളർ ബ്ലൂ ആണ്, സൈസ് 4 ആണ്. അത് നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. അപ്പൊ ഞാൻ ഈ സെക്കൻഡ് ഇത് കണ്ടോ, ഇവിടെ ദിസ് ഈസ് സ്റ്റൈൽഡ് വിത്ത് എ ഫോൺ ടാഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന കളറും അതുപോലെ തന്നെ അതിന്റെ ബോഡി ബോൾഡ് ആക്കിയിട്ടുണ്ട്, അതുപോലെ അതിന്റെ ഫേസ് അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫോൺ ടാഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, നമ്മൾ മൈക്രോസോഫ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ചില സെന്റൻസുകളെ ബോൾഡ് ആക്കാറുണ്ട്, അതുപോലെ ഇറ്റാലിക് ആക്കാറുണ്ട്, അണ്ടർലൈൻ ചെയ്യാറുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് HTML ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ബോൾഡിന് വേണ്ടിയിട്ട് ബി ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്, ഇറ്റാലിക് ആക്കാൻ വേണ്ടിയിട്ട് ഐ ടാഗ് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യു ടാഗ് യൂസ് ചെയ്യുന്നു. ജസ്റ്റ് നോക്കിയാലോ. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ബോൾഡ് ആക്കിയിട്ടുണ്ട്, ഈ ബോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിനെ, അതുപോലെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ഇറ്റാലിക് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് കേട്ടോ HTML. അത്ര ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് അത്രയും കോംപ്ലക്സിറ്റി ഒന്നും HTML ഇല്ല. ആർക്കാണെങ്കിലും നല്ല എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML. അപ്പം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു വെബ് പേജ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നമ്മുടെ അപ്കമിങ് വീഡിയോസിൽ ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഡൗട്ട്സും അതുപോലെ തന്നെ ഒപ്പീനിയനും ഒക്കെ കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അപ്പം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എന്റെ ഇൻസ്പിറേഷൻ നെക്സ്റ്റ് വീഡിയോ ഇടാനും ഇംപ്രൂവ് ചെയ്യാനൊക്കെയുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.